നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട്. പലയിടത്തും വെള്ളം ഇറങ്ങിത്തുടങ്ങി. ആറന്മുളയിലും കോഴഞ്ചേരിയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ വീടുകളിലേക്ക് മടങ്ങുന്നു. ഡൽഹിയിൽ കനത്ത മഴ. അസം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും മഴക്കെടുതി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം പ്രധാന ചർച്ച. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും ആലോചന. ഡൽഹിയിലെ പോലീസ് നടപടിയിൽ പാർലമെന്റിൽ ഭരണപക്ഷത്തെ വെട്ടിലാക്കി രാജ്യസഭാ അധ്യക്ഷൻ. അമിത്ഷാ മറുപടി പറയണമെന്ന പ്രതിപക്ഷ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കണമെന്ന് കിരൺ റിജിജുവിനോട് നിർദ്ദേശിച്ച് രാജ്യസഭാ ചെയർമാൻ. ആര് സഭയിൽ വരണമെന്ന് പ്രതിപക്ഷം ഉത്തരവിടേണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷ ബഹളത്തിൽ ഇന്നും പാർലമെന്റ് തടസ്സപ്പെട്ടു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിൽ പോയ വള്ളം മറിഞ്ഞ് കാണാതായ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധവുമായി അമ്മ. മകനെ കണ്ടെത്തുന്നതുവരെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ തുടരുമെന്ന് രേഷ്മ. ജില്ലാ കളക്ടർ നേരിട്ടെത്തി കാര്യങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യം. കണ്ണൂർ ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ചാവക്കാട് വരെ കൊണ്ടുപോയത് ഫ്രീസർ സൗകര്യമില്ലാത്ത വാഹനത്തിൽ. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് അനാവശ്യ പ്രകോപനം ഉണ്ടാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. തമിഴ്നാട് സർക്കാർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു എന്നും വിമർശനം. ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കില്ലെന്നും പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മന്ത്രി മോൻസ് ജോസഫ്. പ്രതിഷേധവുമായി മുല്ലപ്പെരിയാർ സമരസമിതി. വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. പലയിടത്തും വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും ആറന്മുളയിലും കോഴഞ്ചേരിയിലും അടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരും വീട്ടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും അപ്പർ കുട്ടനാടൻ മേഖലയിൽ നിന്നും വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. ക്യാമ്പുകൾ കൂടുതലുള്ളതും തിരുവല്ലയിലാണ്. നദികളിലും ഡാമുകളിലും ജലനിരപ്പ് കാര്യമായി കുറഞ്ഞു. MC റോഡ് പോലെ പ്രധാന റോഡുകളിലെ ഗതാഗത തടസ്സമില്ല. അതേസമയം മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രത തുടരും. ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. അടുത്ത 24 മണിക്കൂർ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അസം ഉൾപ്പെടെ വടക്ക് കിഴക്കൻ മേഖലയിലും മഴ തുടരുകയാണ്. അസമിൽ ഇതുവരെ 95 മരണം റിപ്പോർട്ട് ചെയ്തു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇടവിട്ട കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ നിർത്താതെ പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഗുരുഗ്രാമിൽ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. അടുത്ത 24 മണിക്കൂർ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇതേ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ പ്രതാപ്ഗഡിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിൽ ഉയർന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി. ഡെഹ്റാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, ഉത്തരകാശി എന്നിവിടങ്ങളിലാണ് കനത്ത മഴയും വെള്ളപ്പൊക്കവും ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത്. അസം, മേഘാലയ ഉൾപ്പെടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. അസമിൽ മഴക്കെടുതിയിൽ ഇതുവരെ 95 മരണം റിപ്പോർട്ട് ചെയ്തു. 14 ജില്ലകളിലായി 1.5 ലക്ഷത്തിലധികം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത്. 480-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ദുരന്തബാധിത മേഖലകൾ നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനിടെ അരുണാചൽ പ്രദേശിൽ അപ്പർ സിയാങ് ജില്ലയിൽ 4 തവണ ഭൂചലനം അനുഭവപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ജലനിരപ്പ് താഴ്ന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവർ പലരും വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളുടെ ശുചീകരണം ഉൾപ്പെടെ വലിയ വെല്ലുവിളിയായി മാറുന്നതിനിടെ വീണ്ടും റെഡ് അലർട്ട് എത്തിയത് പടിഞ്ഞാറൻ മേഖലയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുകയാണ്. 2 ദിവസം തുടർച്ചയായി ശക്തമായ മഴ പെയ്യാതിരുന്നതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടിരുന്ന പല റോഡുകളിലും വീണ്ടും വാഹനങ്ങൾ ഓടിത്തുടങ്ങി.
ഇതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന ആളുകളിൽ പലരും വീടുകളിലേക്ക് മടങ്ങുകയാണ്. മടങ്ങിയെത്തുമ്പോൾ പലർക്കും വീടുകളിൽ കാണാനായത് ദുരിതക്കാഴ്ചകളായിരുന്നു. മൊത്തം വെള്ളം കയറി, സാധനങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞില്ല വെള്ളം കയറിയത്. നിലത്ത് കടയും കൂടി ഉണ്ടായിരുന്നതാണ്. നിലത്തിരുന്ന സാധനങ്ങളെല്ലാം പോയി. പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒന്നും ഉപയോഗിച്ചില്ല. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും 90% വീടുകളിലും വെള്ളം കയറി. അതുപോലെ സ്ഥാപനങ്ങളിലാണെങ്കിലും എല്ലാം ഇവിടെ ചായക്കട, എല്ലാ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. വീടും പരിസരവും ശുചീകരിക്കുക എന്നത് വലിയ വെല്ലുവിളിയായി മാറി. വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതുണ്ട്. ഒന്ന് കഴുകി ഇനിയിപ്പോൾ അടുത്തത് മറ്റുള്ള സാധനങ്ങളിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചു. ക്ലീനിങ് നമ്മൾ ആദ്യം വെള്ളമൊഴിച്ച് വിട്ടിട്ട് പിന്നെ ബ്ലീച്ച് ചെയ്യും. ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ലോഷനും കൂടെ ഇട്ട് ഫുള്ള് ക്ലീനാക്കിയിടും. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ 2018 പ്രളയത്തിലേതിനേക്കാൾ ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇത് നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. 2018 വന്നതിലും ഒരു 2-3 ഇഞ്ച് വെള്ളം കൂടുതലാണ്. അന്ന് നമ്മൾ മാർക്കിംഗ് വല്ലതും ഉണ്ടായിരുന്നു. നമുക്ക് ആ മാർക്കിംഗ് കഴിഞ്ഞ് 3 ഇഞ്ച് വെള്ളത്തോളം കൂടുതലായിട്ടുണ്ട്. മലിനജലം നിറഞ്ഞ കിണറുകൾ ഉൾപ്പെടെ ശുചീകരിക്കേണ്ടതുണ്ട്. പല വീടുകളിലും പമ്പ് സെറ്റുകളടക്കം തകരാറിലാണ്. ഓരോ പ്രളയകാലം കഴിഞ്ഞും പടിഞ്ഞാറൻ നിവാസികൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ പിന്നെയും ദിവസങ്ങൾ വേണ്ടിവരും. അതേസമയം പ്രളയജലം പൂർണ്ണമായി ഒഴിയും മുമ്പ് വീണ്ടും റെഡ് അലർട്ട് എത്തി. ഇനിയും മഴ തുടർന്നാൽ പടിഞ്ഞാറൻ മേഖലയിൽ പ്രളയസമാന സാഹചര്യം വീണ്ടും ഉണ്ടാകുമെന്നാണ് ആശങ്ക. പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും പ്രളയജലം പിൻവാങ്ങി എല്ലാം ഉടൻ തന്നെ പഴയ നിലയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് വീണ്ടും മഴയും തൊട്ടു പിന്നാലെ റെഡ് അലർട്ടും എത്തിയത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് കാലാവസ്ഥാ വിഭാഗം പ്രവചിച്ചിരിക്കുന്നത്. ഇതോടെ പടിഞ്ഞാറൻ നിവാസികളുടെ ആശങ്ക വീണ്ടും ശക്തമാവുകയാണ്. കോട്ടയത്തു നിന്നും ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം ആരംഭിച്ചു. കാണാതായ മകനെ കണ്ടെത്തുന്നതുവരെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങില്ലെന്ന നിലപാടിലാണ് അമ്മ രേഷ്മ. ജില്ലാ കളക്ടർ നേരിട്ടെത്തി കാര്യങ്ങൾ പരിഹരിക്കണമെന്നും മകനെ കണ്ടെത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും രേഷ്മ ആവശ്യപ്പെട്ടു. നീതി ലഭിക്കുന്നതുവരെ സ്റ്റേഷനിൽ തുടരുമെന്നും അവർ അറിയിച്ചു. ജൂലൈ 31 നീണ്ടകര പുത്തൻതുറ സ്വദേശികളായ രേഷ്മയുടെ അച്ഛൻ രാജീവൻ, ഭർത്താവ് രാധാകൃഷ്ണൻ, മകൻ ഗൗതം കൃഷ്ണ എന്നിവർ കടലിൽ അപകടത്തിൽപ്പെട്ടത്. അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ മകനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. മകനെ കണ്ടെത്താനുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പയ്യന്നൂരിൽ പ്രകോപന പ്രസംഗവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പയ്യന്നൂരിൽ ഷെഡ് മാത്രമല്ല അതിനടിയിൽ ഉള്ളതും മാന്തിയെടുക്കാൻ പാർട്ടിക്ക് ശേഷിയുണ്ടെന്ന് രാഗേഷ് പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ ചെമ്മീൻ ഷെഡ് കത്തിച്ചതിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കുമ്പോഴായിരുന്നു പരാമർശം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റാതിരുന്നത് ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യാഖ്യാനിക്കാതെ ഇരിക്കാനാണെന്നും രാഗേഷ് വെളിപ്പെടുത്തി. നിങ്ങൾ പറഞ്ഞ ആത്മഹത്യകൾ ശരിയാണ് എന്നതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയ പുകമറയുണ്ട്. ആ പുകമറയുടെ പശ്ചാത്തലത്തിൽ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നുണ പറയുമ്പോൾ വളരെ പെട്ടെന്ന് സത്യം ചെരുപ്പിടുന്നവരുണ്ട്. നുണ ലോകം സഞ്ചരിച്ചു വരുമെന്നാണല്ലോ സാധാരണ പറയാറുള്ളത്. ആ നുണ കുറെ വി കുഞ്ഞികൃഷ്ണന് വക്കീൽ നോട്ടീസ് അയച്ച് TI മധുസൂദനൻ. തെരഞ്ഞെടുപ്പ് രക്തസാക്ഷി ഓഫീസ് നിർമ്മാണ ഫണ്ട് കണക്ക് വ്യക്തമാക്കി വക്കീൽ നോട്ടീസ്. വി കുഞ്ഞികൃഷ്ണന്റേത് കള്ളക്കണക്കെന്ന് TI മധുസൂദനന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. മാനഹാനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പിൻവലിക്കണമെന്നുമാണ് ആവശ്യം. തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പുസ്തകത്തിലുള്ളതെന്നും TI മധുസൂദനൻ ആരോപിക്കുന്നു. അതേസമയം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വി കുഞ്ഞികൃഷ്ണൻ വക്കീൽ നോട്ടീസിന് മറുപടി നൽകി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ തിരുവനന്തപുരം പാളയം CPM നേതാവ് IP ബിനുവിന് ഹൈക്കോടതി ജാമ്യം നൽകി. ഉദ്യോഗസ്ഥർക്ക് നേരെ മുട്ടയെറിഞ്ഞത് ബിനുവാണ്. മറ്റ് 5 CPM പ്രവർത്തകർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇതോടെ കേസിൽ ജാമ്യം ലഭിക്കുന്നവരുടെ എണ്ണം 24 ആയി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു അടക്കം 6 പ്രതികൾക്കാണ് ഇന്ന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷനും EDയും എതിർത്തെങ്കിലും 67 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞത് പരിഗണിച്ചാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് ജാമ്യം നൽകിയത്. അന്വേഷണം ഏകദേശം പൂർത്തിയായതും ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തതും കോടതി വിലയിരുത്തി. ഇതോടെ ഈ കേസിൽ 24 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. മാസപ്പടി കേസ് അന്വേഷിക്കുവാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയ ED ഉദ്യോഗസ്ഥർക്കാണ് CPM പ്രവർത്തകരിൽ നിന്നും ആക്രമണമുണ്ടായത്. കേസ് അതീവ ഗൗരവമുള്ളതെന്ന് കോടതി നിരീക്ഷിച്ചു. എങ്കിലും ഇത്രയും ദിവസം പ്രതികൾ ജയിലിൽ കഴിഞ്ഞതിനാൽ ഇനി കസ്റ്റഡിയുടെ ആവശ്യമില്ലെന്ന് കണ്ടാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങി അന്ന് സ്ഥലത്തുണ്ടായിരുന്ന നേതാക്കളെയാണ് ചോദ്യം ചെയ്യുക. ഇതിന്റെ ഭാഗമായി നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു തുടങ്ങി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, വി ജോയി MLA, ബിനീഷ് കൊടിയേരി അടക്കമുള്ള പ്രമുഖരാണ് ചോദ്യമുനയിലേക്ക് എത്തുന്നത്. നടപടിയുടെ ഭാഗമായി അന്വേഷണ സംഘം നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളെ ചോദ്യം ചെയ്യുന്നത്. SFI, DYFI നേതാക്കളെ ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ചോദ്യം ചെയ്യൽ. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോഴാണ് ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചത്. സംഭവത്തിൽ 26 പേരെ പ്രതി ചേർക്കുകയും 25 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ നെയ്ക്രമക്കേട് കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും പ്രതി. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജികുമാർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അന്തരിച്ച മുരാരി ബാബു എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ശബരിമലയിൽ കഴിഞ്ഞ സീസണിൽ അരവണ നിർമ്മാണത്തിന് നെയ്യ് വാങ്ങിയതിലെ ക്രമക്കേടാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും മുൻ അംഗം A. അജികുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയും ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുമായ അന്തരിച്ച മുരാരി ബാബു എന്നിവരെ പ്രതി ചേർത്താണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് സൂപ്രണ്ട് MJ സോജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ശബരിമലയിലേക്ക് എത്തിച്ച നെയ്യുടെ വലിയൊരു ഭാഗം മറിച്ചുവിറ്റ് പകരം മായം കലർന്ന നെയ്യ് എത്തിച്ചതായാണ് ആരോപണം. 20,000 യൂണിറ്റ് അരവണയ്ക്കായി 1.65 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങാനായിരുന്നു കരാർ. മിൽമയിൽ നിന്നും വില കൂടിയ നെയ്യ് വാങ്ങിയ വകയിൽ 2.28 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയിൽ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. മുരാരി ബാബു നൽകിയ 2 കത്തുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ലിറ്ററിന് 369 രൂപയ്ക്ക് കോട്ട് ചെയ്ത തമിഴ്നാട് കമ്പനിയെ ഒഴിവാക്കിയാണ് 510 രൂപ നിരക്കിൽ മിൽമയ്ക്ക് നെയ്യുടെ കരാർ നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രതിപക്ഷത്തിന്റെ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനോട് രാജ്യസഭാ ചെയർമാൻ നിർദ്ദേശിച്ചു. 6 സഭയിൽ വരണമെന്ന് പ്രതിപക്ഷം ഉത്തരവിടേണ്ടതില്ലെന്നും ക്രിയാത്മക ചർച്ചയ്ക്ക് പകരം ബഹളം വയ്ക്കാൻ മാത്രമാണ് പ്രതിപക്ഷത്തിന് താൽപര്യമെന്നും കിരൺ റിജിജു വിമർശിച്ചു. അതേസമയം ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കുന്നതിന് ലോക്സഭയിലെ മുൻപിൽ 2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷം ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിച്ചു. ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ തടസ്സപ്പെട്ടു. ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ വരണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് സഭ തടസ്സപ്പെടുത്തിയതോടെ പ്രതിപക്ഷത്തിന്റെ വികാരം ആഭ്യന്തരമന്ത്രിയെ അറിയിക്കാൻ രാജ്യസഭാ ചെയർമാൻ നിർദ്ദേശിച്ചു. കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവിനോടാണ് ചെയർമാൻ CP രാധാകൃഷ്ണൻ ഇക്കാര്യം നിർദ്ദേശിച്ചത്. സഭയിൽ ആര് വരണമെന്ന് പ്രതിപക്ഷം ഉത്തരവിടേണ്ടെന്ന് കിരൺ റിജിജു വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് സഭയിൽ ക്രിയാത്മക ചർച്ചകൾക്ക് താൽപര്യമില്ലെന്നും എപ്പോഴും ബഹളം വെച്ച് സഭ തടസ്സപ്പെടുത്താനാണ് താൽപര്യമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം മനഃപൂർവ്വം പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണെന്നും മല്ലികാർജുൻ ഖർഗെ ഒരേ കാര്യങ്ങളാണ് ദിവസവും ആവർത്തിക്കുന്നതെന്നും കിരൺ റിജിജു വിമർശിച്ചു. बार बार उसको आप मौका देते हैं चेयरमैन सर और खड़गे साहब सेम चीज बोलते हैं. സഭയിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് റിജിജുവിൽ നിന്ന് പഠിക്കേണ്ടതില്ലെന്നും എന്ത് പറയണം എപ്പോൾ പറയണമെന്നത് തന്റെ അവകാശമാണെന്നും മല്ലികാർജുൻ ഖർഗെ തിരിച്ചടിച്ചു. ये अगर रूल्स नहीं पढ़ूंगा, अगर मेरा मैटर अगर नहीं पढ़ूंगा, क्या तुम DSO में पढ़ो? अरे इट इज माय राइट व्हाट टू स्पीक, when to speak, how to speak. അതേസമയം FCRA നിയമ ഭേദഗതി ബിൽ ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയും. DMK ഉൾപ്പെടെ NDAക്ക് പുറത്തുള്ള കക്ഷികളെ അനുനയിപ്പിച്ച് ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ നീക്കം ശക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം ഇത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ചർച്ചയും ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ നടന്നു. ഗൾഫ് വാർത്തയിലേക്കാണ്. ദുബായിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ഇത്തിഹാദ് റെയിൽവേ സ്റ്റേഷൻ ദുബായ് അൽ
യലായിസ് സ്റ്റേഷൻ എന്ന് നാമകരണം ചെയ്തു. സെപ്റ്റംബർ 30-നാണ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുക. ഇതോടൊപ്പം ഷാർജയിലെ ദെയ്ദ് സ്റ്റേഷനും പ്രവർത്തനം ആരംഭിക്കും. UAE-യുടെ ദേശീയ റെയിൽവേ പദ്ധതി അബുദാബി ഫുജറൈ സർവീസ് ആരംഭിച്ചതിന് ശേഷം യാഥാർത്ഥ്യമാകുന്ന സ്റ്റേഷനാണ് ഇത്. ജുമറയിലെ ഗോൾഫ് എസ്റ്റേറ്റ് കമ്മ്യൂണിറ്റിക്കടുത്താണ് ദുബായിലെ സ്റ്റേഷൻ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിനോട് ചേർന്നാണിത്. ദുബായ് മെട്രോ, ജുമറ ഗോൾഫ് എസ്റ്റേറ്റ്, റെഡ് ലൈൻ എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള സ്റ്റേഷനായിരിക്കും അൽ യലായിസ്. ദുബായ് മെട്രോയിൽ നിന്നും ഇത്തിഹാദ് റെയിൽ പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള നടപ്പാതയുടെ നിർമ്മാണവും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. കുവൈറ്റിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ നഷ്ടപ്പെട്ടാൽ പകരം പുതിയത് ലഭിക്കുന്നതിനായി സഹലാപ്പ് വഴി അപേക്ഷ സമർപ്പിക്കാം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഗതാഗത വിഭാഗമാണ് സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പുതിയ സേവനം നൽകുന്നത്. ഇത് പ്രകാരം പ്രാഥമിക ഘട്ടത്തിൽ ഓഫീസുകളിൽ നേരിട്ട് പോകാതെ തന്നെ വാഹന ഉടമകൾക്ക് ആപ്പിലൂടെ പുതിയ നമ്പർ പ്ലേറ്റുകൾക്കായി അപേക്ഷ സമർപ്പിക്കാം. ആവശ്യമായ രേഖകൾ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യാനും നിശ്ചിത ഫീസ് അടയ്ക്കാനും സൗകര്യമുണ്ട്. അപേക്ഷകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം പുതിയ നമ്പർ പ്ലേറ്റ് കൈപ്പറ്റേണ്ട സ്ഥലവും തീയതിയും സമയവും സഹലാപ്പിലൂടെ തന്നെ അപേക്ഷകരെ അറിയിക്കും. അതേസമയം സഹലാപ്പ് ഉപയോഗിക്കാൻ സാധിക്കാത്തവർക്ക് പേപ്പർ ഡ്രൈവിംഗ് ലൈസൻസുകളും വാഹന രജിസ്ട്രേഷൻ ബുക്ക് ലെറ്ററുകളും നേരിട്ട് അപേക്ഷിച്ച് കൈപ്പറ്റാമെന്നും അധികൃതർ വ്യക്തമാക്കി. ദുബായ് ഷെയ്ഖ് സയ്യിദ് റോഡിലെ കാർ ഷോറൂമിൽ തിങ്കളാഴ്ചയുണ്ടായ ഗ്യാസ് സിലിണ്ടർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെയാളെയും തിരിച്ചറിഞ്ഞു. ഓട്ടോ മെക്കാനിക്കായി ജോലി ചെയ്തിരുന്ന കാമറൂൺ സ്വദേശി എൻകെങ് ബോറിസ് ആണ് മരിച്ചതെന്ന് ദുബായിലെ കാമറൂൺ കോൺസുലേറ്റ് ജനറൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദുബായ് പോലീസ് ആസ്ഥാനത്ത് സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് ഒരു സുഹൃത്താണ് തിരിച്ചറിഞ്ഞത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഷിജിൻ പോൾ നേരത്തെ തന്നെ മരിച്ചിരുന്നു. ലോകത്തിലെ പ്രധാന സമുദ്രപാതകളുടെയും കപ്പൽ ഗതാഗതത്തിന്റെയും സുരക്ഷ ലക്ഷ്യം വെച്ച് രൂപീകരിച്ച ബഹുരാഷ്ട്ര നാവിക പ്രതിരോധ സഖ്യത്തിന്റെ കമാൻഡറായി മേജർ ജനറൽ അബ്ദുള്ള ബിൻ സലേം അൽ ഷെഹ്രിയെ സൗദി അറേബ്യ നിയമിച്ചു. കഴിഞ്ഞ ജൂലൈ 30-ന് ആരംഭിച്ച സഖ്യ രൂപീകരണത്തിന്റെ തുടർച്ചയായാണ് പുതിയ പ്രഖ്യാപനം. ആഗോള സമുദ്രപാതകളുടെയും പ്രധാന കടലിടുക്കുകളുടെയും സുരക്ഷ ഉറപ്പാക്കുക, അന്താരാഷ്ട്ര ചരക്ക് യാത്രാ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, ആഗോള വിതരണ ശൃംഖല തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നിവയാണ് ഈ സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് നടപടികൾ വീണ്ടും വിവാദത്തിൽ. റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തള്ളിയ 2 പേരെ ഉൾപ്പെടുത്തി സ്ഥാനാർത്ഥി പട്ടിക പരിഷ്കരിച്ചതാണ് വിവാദത്തിന് കാരണമായത്. തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഷാർജ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് പത്രിക തള്ളിയവരെ ഉൾപ്പെടുത്തിയതെന്നും തീരുമാനം തന്റേതല്ലെന്നും റിട്ടേണിംഗ് ഓഫീസർ പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 25-നാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. നാമനിർദ്ദേശ പത്രികയിലെ അപാകത മൂലം അന്ന് നോമിനേഷൻ തള്ളിയ 8 പേരിൽ 2 പേർ വീണ്ടും പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഇപ്പോഴത്തെ വിവാദം. നാട്ടിലെ മുന്നണി സമവാക്യങ്ങൾക്ക് വിരുദ്ധമായി ലീഗ്, ഇടത് പ്രവാസി സംഘടനകൾ ഒന്നിച്ചു നയിക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ KK താലിബ്, റെജി ചാക്കോ എന്നിവരുടെ പേരുകളാണ് നിശ്ചിത സമയത്തിന് ശേഷവും പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇത് തന്റെ തീരുമാനമല്ല എന്ന് റിട്ടേണിംഗ് ഓഫീസർ പോൾ ടി ജോസഫ് പറഞ്ഞു. ഭരണാധികാരിയുടെ ഒരു ഡിസ്കഷൻ അല്ല ഇവിടെ. കാരണം ഒരു ഭരണാധികാരി എന്നുള്ള ആ ഒരു പൊസിഷനിൽ നിന്ന് മാറി ഇപ്പം SSD ആണ് ഇതിൻ്റെ നിയമം ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഈവൻ അവരുടെ 10-30 പേർ ഇലക്ഷൻ ഡേയിലും അവിടെ പ്രസൻസ് ഉണ്ടാവും. കാരണം ഈ രാജ്യത്ത് ആൾക്കാരുകൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ഇവിടുത്തെ ഭരണാധികാരികൾ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോൾ ദുബായിലാണേലും മറ്റുള്ള ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇതുപോലുള്ള അതോറിറ്റികളുടെ കീഴിലായിരിക്കും ഈ ഇലക്ഷൻ എല്ലാം പ്രോസസ് ചെയ്യുന്നത്. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തെ മറികടക്കാൻ നിലവിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ വീണ്ടും ഷാർജ അധികൃതരുടെ മുന്നിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്ന് കോൺഗ്രസ് അനുകൂല മതേതര മുന്നണിയുടെ നേതാക്കൾ ആരോപിച്ചു. കാലാകാലങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനമാണ് നമ്മൾ അംഗീകരിക്കാറ്. ഇത്തവണ അതിനപ്പുറം ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അപ്രൂവൽ വാങ്ങിക്കുക ചെയ്തത്. ഈ തള്ളിയതിന് നെക്സ്റ്റ് ഡേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിലൊരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ആ തള്ളിയത് തന്നെ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും മുന്നിലും തന്നെ പറഞ്ഞാണ് ആ തള്ളിയത് തന്നെ. ഇവിടെ നിയമത്തെ മറികടന്നുകൊണ്ട്, ഇലക്ഷൻ ചട്ടങ്ങളെ മറികടന്നുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്താണെന്നുള്ളത് SSDAയിൽ നിന്ന് നമ്മൾ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇവിടുത്തെ നിലവിലുള്ള ഭരണസമിതിയാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. മെയ് 17-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് പിന്നീട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സെപ്റ്റംബർ 6-ലേക്ക് മാറ്റിയതാണ്. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും തെരഞ്ഞെടുപ്പ് നടപടികളെ ബാധിക്കുമോ എന്ന ആശങ്കയും അസോസിയേഷൻ അംഗങ്ങൾക്കിടയിലുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.
കുവൈറ്റിൽ താമസ നിയമലംഘനം നടത്തി ജോലി ചെയ്ത 10 കുട്ടികൾ ഉൾപ്പെടെ 56 പേർ പിടിയിലായി. ജഹറ, ഷുഹൈബ്, ഫലാഹിൽ വ്യവസായ മേഖലകളിലും ഫർവാനിയിലും നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പിടിയിലായ 10 കുട്ടികളും മറ്റു 3 പേരും കുടുംബ വിസയിൽ കഴിയുന്നവരാണ്. ഇതിനു പുറമെ ആർട്ടിക്കിൾ 18 വിസയിലുള്ള 17 പേരും ഗാർഹിക വിസയിലുള്ള 24 പേരുമാണ് പിടിയിലായത്. പിടിയിലായ കുട്ടികളുടെയും കുടുംബ വിസയിലുള്ളവരുടെയും സ്പോൺസർമാർക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി അറേബ്യയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി തൊഴിലാളികൾക്ക് നിബന്ധനകൾക്ക് വിധേയമാക്കി ഗാർഹിക വിസയിലേക്ക് മാറാൻ മാനുഷിക വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അനുമതി നൽകി. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് തനാസുൽ നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. സാധുതയുള്ള വർക്ക് പെർമിറ്റിലുള്ള തൊഴിലാളികൾക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. മാറ്റം ആഗ്രഹിക്കുന്ന ജോലി അംഗീകൃത ഗാർഹിക തൊഴിൽ പട്ടികയിൽ ഉൾപ്പെട്ടതായിരിക്കണം. എന്നാൽ 100% സൗദിവൽക്കരിച്ച തസ്തികകളിലോ IT, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ഉയർന്ന വിദഗ്ധ പദവികളിലോ ഉള്ളവർക്ക് ഈ മാറ്റത്തിന് അർഹതയുണ്ടായിരിക്കില്ല. ചേംബർ ഓഫ് കൊമേഴ്സ് സാക്ഷ്യപ്പെടുത്തിയ വിടുതൽ കത്ത്, പുതിയ തൊഴിലുടമയുടെ സാമ്പത്തിക ശേഷി തെളിയിക്കുന്ന രേഖകൾ, ഇഖാമ പകർപ്പ് എന്നിവ സഹിതമാണ് അപേക്ഷിക്കേണ്ടത്. അനുവദിക്കപ്പെട്ട പരിധിയിൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളെ വെക്കുന്നവർ അധിക ഫീസായി പ്രതിവർഷം 9,600 റിയാൽ അടയ്ക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. സൗദിയും ബ്രിട്ടനും തമ്മിലുള്ള സൈനിക പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക മേധാവിമാർ റിയാദിൽ കൂടിക്കാഴ്ച നടത്തി. സൗദി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഫസ്റ്റ് ലഫ്റ്റനന്റ് ജനറൽ ഫയാദ് ബിൻ അഹമ്മദ് അൽ റുവൈലിയും ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് മേധാവി എയർ ചീഫ് മാർഷൽ ഹാർവി സ്മിത്തുമാണ് ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുത്തത്. പ്രതിരോധ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും സൈനിക സാങ്കേതിക വൈവിധ്യം പരസ്പരം പങ്കുവയ്ക്കാനുമുള്ള പുതിയ സാധ്യതകൾ യോഗത്തിൽ വിലയിരുത്തി. കുവൈറ്റിൽ പൗരത്വ പരിശോധനാ നടപടികൾ ശക്തമാക്കി. കുവൈറ്റ് ഭരണകൂടം നിയമവിരുദ്ധമായി പൗരത്വം നേടിയതുമായി ബന്ധപ്പെട്ട പരിശോധനകളുടെ ഭാഗമായി 9 പേരുടെ കുവൈറ്റ് പൗരത്വം കൂടി റദ്ദാക്കിയതായി ഉന്നത പൗരത്വ പരിശോധനാ സമിതി അറിയിച്ചു. ഇന്ന് പുറത്തിറങ്ങിയ ഔദ്യോഗിക ഗസറ്റായ കുവൈറ്റ് അൽയോമിന്റെ അനുബന്ധത്തിലാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പ്രസിദ്ധീകരിച്ചത്. 1959 15-ാം നമ്പർ അമീരി ഉത്തരവിലൂടെ നിലവിൽ വന്ന കുവൈറ്റ് പൗരത്വ നിയമത്തിലെ ആർട്ടിക്കിൾ 11 അനുസരിച്ചാണ് ഇവരുടെ പൗരത്വം പിൻവലിച്ചിരിക്കുന്നത്. ഉന്നത പൗരത്വ പരിശോധനാ സമിതി ചെയർമാനും 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹാണ് ഉത്തരവിൽ ഒപ്പുവെച്ചത്. 2026 ജൂലൈ 30-നാണ് സമിതി പ്രസ്തുത തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. കുവൈറ്റിൽ ഇറാനിയൻ സ്വകാര്യ വിദ്യാലയത്തിന്റെ ലൈസൻസ് റദ്ദാക്കാനും വിദ്യാലയം അടച്ചുപൂട്ടാനും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവ്. സയ്യിദ് ജലാൽ അൽ തബ്ദബായിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്തെ നിയമാനുസൃത പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും പൊതു താൽപര്യം സംരക്ഷിക്കുന്നതിനുമായി സ്വകാര്യ വിദ്യാഭ്യാസ ജനറൽ അഡ്മിനിസ്ട്രേഷൻ സമർപ്പിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. 2026-2027 അധ്യയന വർഷം മുതൽ സ്കൂളിൽ പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം നിർത്തിവെക്കാനും നിലവിലെ വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കൂളുകളിലേക്ക് മാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ രക്ഷിതാക്കൾക്ക് അറിയിപ്പ് നൽകുവാനും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന ഖത്തർ എയർവേസിന്റെ ഇത്തിഹാദ് എയറിന്റെയും കുവൈറ്റ് സർവീസുകൾ ഓഗസ്റ്റ് 8 മുതൽ പുനരാരംഭിക്കും. കുവൈറ്റിൽ നിന്നും ദോഹയിലേക്കും അബുദാബിയിലേക്കുമുള്ള യാത്രാബന്ധം ഇതുവഴി വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. ഇതിനു പുറമെ ഈ നഗരങ്ങളിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് വഴിയുള്ള യാത്രയും ഇതോടെ സാധ്യമാകും. പുറപ്പെടും മുൻപ് യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്ത സമയവിവരങ്ങളും പരിശോധിക്കണമെന്ന് എയർവേസ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ ഓഗസ്റ്റ് 11 വരെയുള്ള തീയതികളിലെ ഷെഡ്യൂളുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിൽ മലയാളി നേഴ്സ് മരണമടഞ്ഞു. മാവേലിക്കര സ്വദേശിനി ദീപ ആനി തോമസ് ആണ് മരണമടഞ്ഞത്. 42 വയസ്സായിരുന്നു. രോഗബാധിതയായതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങളായി കുവൈറ്റിൽ ചികിത്സയിലായിരുന്നു ഇവർ. ഇന്ന് കാലത്താണ് മരണമടഞ്ഞത്. ചെസ്റ്റ് ഡിസീസ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ്. ഭർത്താവും 3 കുട്ടികളുമുണ്ട്. മൃതദേഹം നാളെ സബാഹ് ആശുപത്രി മോർച്ചറി പരിസരത്ത് പൊതുദർശനത്തിന് വെച്ച ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. ചെങ്കടലിൽ യമൻ തീരത്ത് സമീപം യമനിലെ വിമത വിഭാഗീയമായ ഹൂതികളുടെ ആക്രമണത്തിനിരയായി മുങ്ങിയ
MSV ഫൈസ് നൂറെ ഒലിയ എന്ന ഇന്ത്യൻ ചരക്ക് കപ്പലിലെ ജീവനക്കാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ റിയാദിലെ ഇന്ത്യൻ എംബസി ഊർജിതമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട കപ്പലിന് നേരെ ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് കപ്പൽ കടലിൽ മുങ്ങുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 13 മലയാളികളടക്കം 14 ജീവനക്കാരെയും യമൻ അധികൃതർ മുമ്പ് തന്നെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. യമനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ചുമതല കൂടി വഹിക്കുന്ന റിയാദിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കല്യാൺ സിൽക്സിന്റെ പുതിയ ഷോറൂം ഷാർജ റോളയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രൂപ്പിന്റെ 37ാമത്തെയും ഷാർജയിലെ 3ാമത്തെയും ശാഖ ഷെയ്ഖ് അബ്ദുള്ള മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്തു. കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ, കല്യാൺ സിൽക്സ് മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ CEO ധനിൽ കല്ലാറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉപഭോക്താക്കൾ നെഞ്ചേറ്റിയ കല്യാൺ സിൽക്സിന്റെ സവിശേഷമായ വസ്ത്രശേഖരങ്ങളാണ് ഷാർജയിലെ പുതിയ ഷോറൂമിലും ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ പ്രശസ്തമായ നെയ്ത്ത് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കല്യാൺ സിൽക്സിന്റെ സ്വന്തം തറികളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന പട്ടുസാരികളുടെ വിപുലമായ ശേഖരം ഉൾപ്പെടെ വെഡ്ഡിംഗ് കളക്ഷൻസ്, ഡിസൈനർ സാരികൾ, ഡെയിലി വെയർ സാരികൾ, ലാച്ച, ലഹങ്ക, ഡ്രസ് മെറ്റീരിയലുകൾ എന്നിവയുടെ എക്സ്ക്ലൂസീവ് ശ്രേണിയും കല്യാൺ സിൽക്സിന് മാത്രം സാധ്യമാവുന്ന മിതമായ നിരക്കിൽ ഷോറൂമിൽ ലഭ്യമാകും. ഇവിടെയുള്ള പ്രോഡക്റ്റിൽ ഒരു 75% ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ആയാലും വാല്യൂ ഫോർ മണി ആയാലും ഞങ്ങൾക്കത് നൽകാൻ സാധിക്കും. യുവത്വത്തിന്റെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ വെസ്റ്റേൺ വെയർ, ട്രെൻഡി ചുരിദാറുകൾ, റെഡി ടു സ്റ്റിച്ച് കളക്ഷനുകളും അതിവിപുലമായ മെൻസ് വെയർ, കിഡ്സ് വെയർ കളക്ഷനുകളും കല്യാൺ സിൽക്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ UAE കസ്റ്റമർക്ക് യാത്ര ചെയ്യാണ്ട് അവരുടെ വീടിന് മുമ്പിൽ തന്നെ നമ്മൾ ഷോറൂം തുടങ്ങുക എന്നുള്ള നിലയ്ക്കാണ് നമ്മളിവിടെ കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നത്. എല്ലാത്തിനും ഉപരി നാട്ടിൽ പോയിട്ട് അവർ എന്ത് വിലയ്ക്ക് മേടിക്കുന്നോ അതേ വിലയ്ക്ക് തന്നെയാണ് നമ്മളിവിടെ UAE നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി പ്രൈസിങ് ചെയ്തിട്ടുള്ളത്. അമൃത ന്യൂസ്, ദുബായ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്നുവെന്ന് ഡീൻ കുര്യാക്കോസ് MP. പുതിയ തമിഴ്നാട് സർക്കാർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നു. നാഷണൽ ഡാം സേഫ്റ്റിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് മുല്ലപ്പെരിയാർ വിഷയം. NDSന്റെ ആഭിമുഖ്യത്തിൽ പരിശോധന നടക്കാൻ പോകുകയാണ്. മുല്ലപ്പെരിയാർ തകർന്നാൽ കേരളം നശിക്കുമെന്നതിൽ ആർക്കും സംശയമില്ല. പുതിയ ഡാം എന്ന ചർച്ച നടക്കുകയാണ്. വളരെ പ്രകോപനപരമായ പ്രഖ്യാപനമാണ് ബജറ്റ് പ്രസംഗത്തിൽ തമിഴ്നാട് സർക്കാർ ആവർത്തിക്കുന്നതെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രസംഗത്തിനെതിരെ മുല്ലപ്പെരിയാർ സമരസമിതിയും രംഗത്തെത്തി. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നിസ്സംഗത ഉപേക്ഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സമരസമിതിയും ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.